നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഉയർന്നു അതിജീവന ടൗൺഷിപ്പ് ഉദ്ഘാടനം 25-ന് മുഖ്യമന്ത്രി താക്കോൽ കൈമാറും. കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ നിവേദനം കീറിക്കളഞ്ഞ വി.ഡി. സതീശൻ. വീഡിയോ വൈറൽ. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന് കമ്മീഷൻ. SIR അടുത്ത ഘട്ടം ഏപ്രിലിൽ. സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. അമേരിക്കൻ ജനത കൈവിടുന്നു. ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡന്റായി ട്രംപ്. സർവേ ഫലം പുറത്ത്. മഹാപ്രളയത്തിൽ കൈകളിലെത്തിയ കൈക്കുഞ്ഞ്. മിത്രയെ ചേർത്തുപിടിച്ച് മന്ത്രി വീണ ജോർജ്. സംസ്ഥാന തദ്ദേശ ദിനാചരണം സമാപിച്ചു. ഓൺലൈൻ സേവനങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് ഓരോരുത്തരും അനുഭവിച്ചറിയുന്നു. മുഖ്യമന്ത്രി സുനിൽ കനകോലു കർണാടക മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ്. കേരളത്തിൽ എന്ത് കാര്യം? വിശദമായ വാർത്തകളിലേക്ക് പോകാം. മുണ്ടക്കൈ മഹാദുരന്തത്തെ അതിജീവിച്ചവർക്ക് പുനരധിവാസത്തിനായി സർക്കാർ ഒരുക്കുന്ന വയനാട് മാതൃകാ ടൗൺഷിപ്പിൻ്റെ 1ാം ഘട്ടം പൂർത്തിയായി. ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനവും ഗുണഭോക്താക്കൾക്കുള്ള പട്ടയ വിതരണവും ഫെബ്രുവരി 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇത് ഒരു ഉദ്ഘാടനം മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ അതിജീവനത്തിൻ്റെ മഹത്തായ പ്രഖ്യാപനം കൂടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വയനാടിൻ്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിൽ വിവിധ സർക്കാർ സംവിധാനങ്ങളുടെയും ഏജൻസികളുടെയും തൊഴിലാളികളുടെയും ഏകോപിതമായ പ്രവർത്തനത്തിലൂടെയാണ് ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നത്. ആകെ 410 വീടുകളും അനുബന്ധ സൗകര്യങ്ങളും വിഭാവനം ചെയ്തിട്ടുള്ള ടൗൺഷിപ്പിൻ്റെ 1ാം ഘട്ടത്തിൽ 178 വീടുകളാണ് പൂർത്തിയായത്. ദുരന്തത്തിൽ പൂർണ്ണമായും വീട് നഷ്ടമായ കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ വീടുകൾ നൽകുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ സാധിക്കും വിധം 1000 ചതുരശ്ര അടിയിൽ ഒറ്റനിലയിൽ പണിത കെട്ടിടങ്ങൾ ഭാവിയിൽ ഇരുനില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാന കിടപ്പുമുറി, 2 മുറികൾ, സിറ്റ് ഔട്ട്, ലിവിംഗ് സ്റ്റഡി റൂം, ഡൈനിങ്, അടുക്കള, സ്റ്റോർ ഏരിയ എന്നിവ വീടിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൗൺഷിപ്പിൽ ഒരുങ്ങുന്ന 410 വീടുകളിലായി 1662 ആളുകൾക്കാണ് തണലൊരുങ്ങുന്നത്. വീടുകൾക്ക് പുറമെ പൊതു റോഡ്, ആരോഗ്യ കേന്ദ്രം, അങ്കണവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെൻ്ററുകൾ എന്നിവയും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. ആരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി, ഫാർമസിസ്റ്റ് പരിശോധന, വാക്സിനേഷൻ, ഒബ്സർവേഷൻ മുറികൾ, OP ടിക്കറ്റ് കൗണ്ടർ സൗകര്യങ്ങളും സജ്ജീകരിക്കും. പൊതു മാർക്കറ്റിൽ കടകൾ, സ്റ്റാളുകൾ, ഓപ്പൺ മാർക്കറ്റ്, കുട്ടികൾക്ക് കളിസ്ഥലം, പാർക്കിംഗ് എന്നിവ ഒരുക്കും. മൾട്ടിപർപ്പസ് ഹാൾ, കളിസ്ഥലം, ലൈബ്രറി, സ്പോർട്സ് ക്ലബ്ബ്, ഓപ്പൺ എയർ തിയേറ്റർ എന്നിവ കമ്മ്യൂണിറ്റി സെൻ്ററിൽ നിർമ്മിക്കും. 25-ന് വൈകുന്നേരം 4-ന് എൽസൺ എസ്റ്റേറ്റിൽ നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി K. രാജൻ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ OR കേളു, റോഷി അഗസ്റ്റിൻ, AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമേന്ദ്രൻ, KB ഗണേഷ് കുമാർ, PA മുഹമ്മദ് റിയാസ്, പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, വയനാട് MP പ്രിയങ്ക ഗാന്ധി, കൽപ്പറ്റ MLA T. സിദ്ദിഖ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക് സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം പ്രൊജക്ട് റിപ്പോർട്ട് അവതരിപ്പിക്കും. വയനാട് ടൗൺഷിപ്പ് പ്രൊജക്ട് സ്പെഷ്യൽ ഓഫീസർ S. സുഹാസ് നന്ദി അറിയിക്കും. രാജ്യത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നടപടികളുടെ ഭാഗമായുള്ള SIR അടുത്ത ഘട്ടത്തിനായി തയ്യാറെടുക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഏപ്രിൽ മാസത്തോടെ SIR നടപടികൾ ആരംഭിക്കാനാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ ലഭ്യത, വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധന, പോളിംഗ് സ്റ്റേഷനുകളുടെ ഭൗതിക സാഹചര്യം എന്നിവ വിലയിരുത്തുന്നതാണ്. SIR നടപടികൾ ഏപ്രിൽ ആരംഭിക്കുന്ന പുതിയ ഘട്ടത്തിന് മുന്നോടിയായി നിലവിലെ സ്റ്റോക്ക് വിവരങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും കൃത്യമായി രേഖപ്പെടുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് കമ്മീഷൻ കത്തയച്ചു. വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് കമ്മീഷൻ്റെ ഈ നീക്കം. തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായി ഡിജിറ്റൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സംവിധാനവും ശക്തിപ്പെടുത്തും. സംസ്ഥാന സർക്കാരുകൾ ഇതിനായി പ്രത്യേക നോഡൽ ഓഫീസർമാരെ നിയോഗിക്കണമെന്നും തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ സൂക്ഷിക്കുന്ന ഗോഡൗണുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ഏപ്രിൽ മാസത്തോടെ റിപ്പോർട്ടുകൾ സമർപ്പിക്കാനാണ് കമ്മീഷൻ സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. മഹാപ്രളയത്തിൽ രക്ഷാപ്രവർത്തനത്തിലെ കൈകളിലെത്തിയ കൈക്കുഞ്ഞ് LDFൻ്റെ വികസന മുന്നേറ്റ ജാഥയിലെത്തിയ മിത്രമോളെ ചേർത്ത് പിടിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 2018 മഹാപ്രളയത്തിൽ 8 ദിവസം മാത്രം പ്രായമുള്ള മിത്രയെ രക്ഷിച്ച് കൊണ്ടുവന്നത് അന്ന് ആറന്മുള MLA ആയിരുന്ന വീണ ജോർജിൻ്റെ നേതൃത്വത്തിലായിരുന്നു. മിത്രയെ വീണ്ടും കണ്ടതിൻ്റെ
സന്തോഷം മന്ത്രി ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു. മിത്രക്കുട്ടി സ്കൂളിൽ ആദ്യമായി പഠിക്കാൻ എത്തുന്ന ദിവസം അതറിയാതെ തന്നെ സ്കൂളിലെ പ്രവേശനോത്സവത്തിന് പോയത് വിസ്മയമായിരുന്നു. ഇടയ്ക്കുള്ള കൂടിക്കാഴ്ചകളും ചെറിയ വിസ്മയങ്ങളും ഒക്കെയായി ആ കുടുംബവുമായുള്ള ബന്ധം ഏറെ സന്തോഷം നൽകുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. LDF ജാഥ ആറാട്ടുപുഴയിൽ എത്തിയപ്പോഴാണ് മന്ത്രിയെ കാണാനായി മിത്രമോൾ അമ്മയ്ക്കും ചേച്ചിക്കുമൊപ്പം എത്തിയത്. കോൺഗ്രസ് പ്രവർത്തക നൽകിയ നിവേദനം തുറന്നുപോലും നോക്കാതെ പരസ്യമായി കീറിക്കളയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. നാഴികയ്ക്ക് 40 വട്ടം മുഖ്യമന്ത്രിയായും LDF സർക്കാരിനെയും കുറ്റം പറയുകയും ഘോരഘോരം പ്രസംഗിക്കുകയും ചെയ്യുന്ന VD സതീശൻ തന്നെ കോൺഗ്രസ് പ്രവർത്തക നൽകിയ നിവേദനം കീറിക്കളഞ്ഞ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. 2025 ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ സംഭവമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. തൈക്കാട്ടുശ്ശേരി ബ്ലോക്കിലെ സ്ഥാനാർത്ഥി സംഗമം പരിപാടിക്കെത്തിയതായിരുന്നു VD സതീശൻ. വേദിയിലിരിക്കുന്ന സതീശനെ ഷാൾ അണിയിച്ച് സ്വീകരിക്കാൻ ചെന്ന പ്രവർത്തകയാണ് നിവേദനം കൈമാറിയത്. ഷാൾ അണിയിച്ചതിന് പിന്നാലെ നിവേദനം കയ്യിലേക്ക് നൽകുകയായിരുന്നു. ചിരിച്ചുകൊണ്ട് സതീശൻ നിവേദനം വാങ്ങുന്നതും കാണാം. എന്നാൽ തൊട്ടു പിന്നാലെ കസേരയിൽ ഇരുന്ന ശേഷം നിവേദനം കയറിക്കളയുന്ന സതീശനെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാർ നൽകുന്ന നിവേദനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് നെറ്റിസൺസ് ചോദിക്കുന്നത്. നാടായ നാടൊട്ടുക്കും നടന്ന് നിവേദനങ്ങൾ വാങ്ങുന്ന സതീശന് നിവേദനം നൽകിയവരുടെ എല്ലാം അവസ്ഥ ഇതുതന്നെ ആയിരിക്കുമെന്നും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ഉയരുന്നുണ്ട്. സുനിൽ കനഗോലു കർണാടക മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ്. കേരളത്തിൽ എന്ത് കാര്യം? കേരളത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന സുനിൽ കനഗോലു കർണാടക മുഖ്യമന്ത്രി സീതാരാമയ്യയുടെ ക്യാബിനറ്റ് റാങ്കുള്ള ഉപദേഷ്ടാവാണെന്ന മലയാള മനോരമയുടെ വെളിപ്പെടുത്തൽ ഗൗരവതരമായ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നു. കേരളത്തിൽ വികസന പദ്ധതികളെ കോൺഗ്രസും UDFും എതിർക്കുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണെന്നോ മുഖ്യം ചോദ്യം. സംസ്ഥാനത്തെ IT വികസനം, സിൽവർ ലൈൻ അടക്കമുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവയെ തള്ളിപ്പറയുന്നതാണ് UDF ശൈലി. കേരളത്തിൽ പ്രചാരണം നയിക്കുന്നതിന് കനഗോൽ പ്രതിഫലമൊന്നും വാങ്ങുന്നില്ലെന്ന കോൺഗ്രസിന്റെ നിലപാട് മനോരമ പ്രസിദ്ധീകരിച്ച രാഷ്ട്രീയ ലേഖനത്തിലും ഇക്കാര്യം ആവർത്തിക്കുന്നു. AICC അംഗവും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന ദേശീയ ടാസ്ക് ഫോഴ്സിന്റെ ഭാഗമാണ് കനഗോലു. കർണാടക മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റ് റാങ്കുള്ള ഉപദേഷ്ടാവാണെന്നും മനോരമ പറയുന്നു. 2014 നരേന്ദ്രമോദിയുടെ വിജയത്തിനു പിന്നിൽ പ്രവർത്തിച്ച പ്രശാന്ത് കിഷോറിന്റെ സംഘമായാണ് കനഗോലു രാഷ്ട്രീയത്തിലെത്തിയത്. പ്രശാന്ത് കിഷോർ ഇപ്പോൾ പല പാർട്ടികളുടെയും പ്രചരണ ചുമതല ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാം ഗുണഭോക്താവ് BJP ആണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. കനഗോലുവിന്റെ നിലപാട് സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പല അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. കർണാടക സർക്കാരിന്റെ പ്രതിഫലം ഇദ്ദേഹം പറ്റുന്നുണ്ടോ എന്നും മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുമോ എന്നും ചോദ്യം ഉയരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശന് കർണാടകത്തിൽ നിന്നും 150 കോടി രൂപ എത്തിയെന്ന ആരോപണം ഉന്നയിച്ച PV അൻവർ ഇപ്പോൾ UDFിനൊപ്പമാണ്. സിൽവർ ലൈൻ അട്ടിമറിക്കാൻ പണം നൽകിയെന്നാണ് അൻവർ ആരോപിച്ചത്. PR വിദഗ്ധനെന്ന് വിശേഷിപ്പിക്കുന്ന കനഗോലുവിന്റെ PR പ്രവർത്തനമാണ് മനോരമ നടത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ PR പ്രവർത്തനം നടത്തുന്നുവെന്ന് പരിഭവം പറയുന്ന കോൺഗ്രസിന്റെ PR പ്രവർത്തനം മനോരമ ശരിവെച്ചിരിക്കുകയാണ്. കനഗോലു കോൺഗ്രസിന്റെ ഭാഗമാണെന്നും അതുകൊണ്ട് പ്രശ്നമില്ലെന്ന ന്യായവും മനോരമ മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ കർണാടക മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ നിരന്തരം ഇടപെടുന്നത് മനോരമയും കോൺഗ്രസും സമാധാനം പറയേണ്ടി വരും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കുടിയേറ്റ വിരുദ്ധ നയങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതി കുത്തനെ ഇടിയിക്കുന്നു. 40% അമേരിക്കക്കാരും ട്രംപിനെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡന്റായി കണക്കാക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന യാഹൂ യുഗവ് സർവേ ഫലം പുറത്തുവന്നു. ട്രംപിനെ അംഗീകരിക്കുന്നവരുടെ എണ്ണം റെക്കോർഡ് താഴ്ത്തിയിലേക്കും എതിർക്കുന്നവരുടെ എണ്ണം എക്കാലത്തെയും ഉയർന്ന നിലയിലേക്കും മാറിയെന്നാണ് റിപ്പോർട്ട്. താങ്ങാനാവാത്ത ജീവിത ചെലവ്, കുടിയേറ്റക്കാർക്കെതിരായ അതിക്രമങ്ങൾ, ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന അക്രമങ്ങൾ എന്നിവയാണ് ട്രംപിനെതിരായ ജനവികാരം ശക്തമാക്കിയത്.
സർവേയിൽ പങ്കെടുത്ത 3-ൽ 1 മാത്രമാണ് പ്രസിഡന്റിനോട് അനുകൂല നിലപാടുള്ളത്. കേവലം 12% പേർ മാത്രമാണ് ട്രംപിനെ മികച്ച നേതാവായി കാണുന്നത്. മൊത്തത്തിൽ 53% അമേരിക്കക്കാരും ട്രംപിനെ പരാജയപ്പെട്ട പ്രസിഡന്റായി മുദ്രകുത്തുന്നു. 2026 ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി വൻ തിരിച്ചടി നേരിടുന്ന ഭീതിയിലാണ് ട്രംപ് ക്യാമ്പ്. കോൺഗ്രസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ ട്രംപ് ഇംപീച്ച് ചെയ്യപ്പെടുമെന്ന പാർട്ടി അനുയായികൾക്ക് ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 38% എന്ന എക്കാലത്തെയും താഴ്ന്ന അംഗീകാര നിരക്കിൽ ട്രംപ് നിൽക്കുമ്പോൾ 58% പേരും അദ്ദേഹത്തെ ശക്തമായി എതിർക്കുന്നു. ഡെമോക്രാറ്റുകൾ സെനറ്റ് പിടിച്ചെടുത്താൽ ട്രംപിന്റെ ഏകാധിപത്യ അജണ്ടകൾക്ക് അന്ത്യമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഗവൺമെന്റ് കോളേജിൽ പുതിയ കോഴ്സുകൾ അനുവദിക്കും. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഗവൺമെന്റ് കോളേജിൽ പുതിയ കോഴ്സുകൾ അനുവദിക്കാനുള്ള നടപടികൾ ഏറ്റവും വേഗത്തിൽ നടത്തുന്നതെന്നും നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ കോഴ്സുകൾക്ക് കൂടുതൽ ഊന്നൽ നൽകുമെന്നും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഗവൺമെന്റ് കോളേജിലെ അക്കാദമിക് ബ്ലോക്ക്, വനിതാ ഹോസ്റ്റൽ, ക്യാന്റീൻ എന്നിവ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലൂടെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നൂതന മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി. കോളേജിലെ ചരിത്ര വിഭാഗം തയ്യാറാക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ എ ലൈഫ് ഓഫ് ലീഡർഷിപ്പ് ആൻഡ് കമ്മിറ്റ്മെന്റ് എന്ന പുസ്തകത്തിന്റെ കവർ പേജ് ബിനീഷ് കോടിയേരിക്ക് നൽകി മന്ത്രി പ്രകാശനം ചെയ്തു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അധ്യക്ഷയായി. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അനു, വൈസ് പ്രസിഡന്റ് കെ എം സപ്ന, തലശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എം സുകുമാരൻ, CCC അംഗം ഡോക്ടർ വത്സൻ, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ഉഷ, കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് മുഹമ്മദ് സിറാജ്, PTA പ്രസിഡന്റ് എൻ സജീവൻ, കോളേജ് യൂണിയൻ ചെയർമാൻ അനക്, VK രാകേഷ്, KM പവിത്രൻ മാസ്റ്റർ, T പ്രേമൻ എന്നിവർ പങ്കെടുത്തു. ഓൺലൈൻ സേവനങ്ങൾ വെറും പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, യാഥാർത്ഥ്യമാണെന്ന് ഓരോരുത്തരും അനുഭവിച്ചറിയുന്ന കാലഘട്ടമാണ് കൂടിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന തദ്ദേശ ദിനാചരണത്തിന്റെ സമാപന സമ്മേളനം മാങ്ങാട്ടുപറമ്പ് KP ബറ്റാലിയൻ മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി രൂപം നൽകിയ K-സ്മാർട്ടിലൂടെ അപേക്ഷ ലഭിച്ച് 1 മണിക്കൂറിനകം തീർപ്പാക്കിയ ഫയലുകളുടെ എണ്ണമെടുത്താൽ 10 ലക്ഷത്തിലധികം വരും. 1 മിനിറ്റിനകം നൽകിയ കെട്ടിട നിർമ്മാണ പെർമിറ്റുകളുടെ എണ്ണമെടുത്താൽ 2 ലക്ഷത്തിലധികം വരും. കഴിഞ്ഞ നവംബർ 1 അതിദാരിദ്ര്യം മുക്തമായി എന്നതിൽ ഇത്തവണത്തെ തദ്ദേശ ദിനാഘോഷത്തിൽ വലിയ അഭിമാനത്തോടെയാണ് നമുക്കെല്ലാം പങ്കെടുക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് പ്രവർത്തിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളാണെന്നും അതിനെ അഭിനന്ദിക്കുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഡിജി കേരളം പദ്ധതികളുടെ 2ാം ഘട്ടത്തിന്റെ ലോഗോ പ്രകാശനം മുഖ്യമന്ത്രി നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണം, എക്സൈസ്, പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷ് അധ്യക്ഷനായി. സംസ്ഥാന 4ഇടങ്ങളിലായി സ്ഥാപിക്കുന്ന റീജിയണൽ സാനിറ്ററി വേസ്റ്റ് ഇൻസിനറേഷൻ ഫെസിലിറ്റിയുടെ രൂപമാതൃക MP രാജേഷ് അനാച്ഛാദനം ചെയ്തു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുള്ള ലേഖനവും സമാഹാര പ്രകാശനം ചെയ്തു. ഇൻഫർമേഷൻ കേരള മിഷൻ ജീവനക്കാർക്കുള്ള ഗുഡ് സർവീസ് സർട്ടിഫിക്കറ്റുകൾ വേദിയിൽ വിതരണം ചെയ്തു. തുടർന്ന് സ്വരാജ് ട്രോഫി, മഹാത്മാ പുരസ്കാരം, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം, സ്വരാജ് മാധ്യമ പുരസ്കാരം, ലൈഫ് മിഷൻ പുരസ്കാരം, ശുചിത്വ ഗ്രേഡിംഗ് പുരസ്കാരം ലഭിച്ചവർ മന്ത്രിയിൽ നിന്നും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. MV ഗോവിന്ദൻ മാസ്റ്റർ MLA സ്വാഗതം പറഞ്ഞു. ഡോക്ടർ V ശിവദാസൻ MP, MLA-മാരായ KV സുമേഷ്, M വിജയൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ്, തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി TP അനുപമ, പ്രിൻസിപ്പൽ ഡയറക്ടർ അർബൻ ഡയറക്ടർ സൂരജ് ഷാജി, പ്രിൻസിപ്പൽ ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർ MP അജിത് കുമാർ, കേരള മേയേഴ്സ് കൗൺസിൽ പ്രസിഡന്റ് M അനിൽകുമാർ, ആന്തൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ V സതീദേവി, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബബിത കുമാരി, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് T ഷബിന, കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CM കൃഷ്ണൻ, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് KM ഉഷ, കേരള ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ സെക്രട്ടറി VV രമേശൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ TG അരുൺ എന്നിവർ സംസാരിച്ചു. പെരുമ്പടം പാലം 3 മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. ഒരിക്കലും യാഥാർത്ഥ്യമാകില്ലെന്ന് കരുതിയ പെരുമ്പടം പാലവും LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ യാഥാർത്ഥ്യമായി. വേമ്പനാട് കായലിന് കുറുകെ 1 കിലോമീറ്ററിലോളം നീളത്തിൽ നിർമ്മിച്ച പാലം മാർച്ച് 3 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും.
കായലിനാൽ ചുറ്റപ്പെട്ട പെരുമ്പളം പഞ്ചായത്തിന്റെ പടിഞ്ഞാറേക്കരയുമായി ബന്ധിപ്പിക്കുന്നതാണ് കിഫ്ബിയുടെ 100 കോടിയിലോളം ചിലവ് വർദ്ധിച്ച പാലം. ഒറ്റപ്പെടലിന്റെ തീരാ ദുരിതം പേറിയ ജനതയ്ക്ക് പൊതുജീവിതം സമ്മാനിക്കുന്നതും പ്രകൃതി രമണീയമായ പെരുമ്പളം ദ്വീപിലും പരിസരത്തും വിനോദസഞ്ചാര വികസനം സാധ്യമാക്കുന്നതാണ് സർക്കാരിന്റെ അഭിമാന പദ്ധതി. കോടതി വ്യവഹാരം ഉൾപ്പെടെ വെല്ലുവിളി അതിജീവിച്ചാണ് പാലം യാഥാർത്ഥ്യമാക്കിയത്. 10,000-ൽ പരം മാത്രമുള്ള പെരുമ്പളത്തുകാർക്കായി 100 കോടിയിലേറെ ചെലവിട്ട് പാലം നിർമ്മിച്ചത് കേരള വികസന ചരിത്രത്തിൽ സുപ്രധാനമായി. എല്ലാവരിലും വികസനത്തിന്റെ സ്വാദ് എത്തണമെന്ന സർക്കാർ നയമാണ് നാടിന് അനുഗ്രഹമായത്. 11 മീറ്റർ വീതിയിൽ അരുകൂറ്റി പഞ്ചായത്തിലെ വടുതലയിൽ തുടങ്ങുന്ന പാലം വിസ്മയ കാഴ്ചയാണ്. ദേശീയ ജലപാത കടന്നു പോകുന്നതിനടുത്ത് തൂണുകൾ ഒഴിവാക്കാൻ ബോസ്ട്രിംഗ് ആർച്ച് മാതൃകയിലാണ് നിർമ്മാണം. ഇവിടെ മഴവില്ലിൽ വർണ്ണത്തിലാണ് പെയിന്റിംഗ്. ഇരുകരകളിലെയും സമീപന റോഡുകൾ ടാറിങ്ങും പാലത്തിൽ കോൺക്രീറ്റ് മുകളിലെ ടാറിങ്ങും മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. നിരുവമ്പ്രം അപ്ലൈഡ് സയൻസ് കോളേജ് അക്കാദമിക് ബ്ലോക്ക് കെട്ടിടം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നിരുവമ്പ്രം അപ്ലൈഡ് സയൻസ് IHRD കോളേജിൻ്റെ അക്കാദമിക് ബ്ലോക്കിന് വേണ്ടി പുതിയ കെട്ടിടമാണ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തത്. പഠനത്തോടൊപ്പമുള്ള ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, കണക്ട് കരിയർ ടു ക്യാമ്പസ് എന്നീ പദ്ധതികളിലൂടെ മികച്ച തൊഴിലവസരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കായികരംഗത്ത് വിവിധ നേട്ടങ്ങൾ കൈവരിച്ചവരെ മന്ത്രി ആദരിച്ചു. 97.5 ലക്ഷം രൂപ ചെലവിൽ 397.23 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 4 ക്ലാസ് മുറികളും ഒരു സ്റ്റെയർ റൂമും അടങ്ങുന്നതാണ് കെട്ടിടം. M. വിജയൻ MLA അധ്യക്ഷനായി. PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ATK സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത, ചെറുതാളം പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ, ഏഴോം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP മോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗം MV ഷിമ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം U പ്രകാശൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ, കോളേജ് യൂണിയൻ ചെയർമാൻ VP ആനന്ദു, PTA വൈസ് പ്രസിഡന്റ് P രാമേന്ദ്രൻ, കോളേജ് വികസനസമിതി അംഗം CV കുഞ്ഞിരാമൻ, കോളേജ് പ്രിൻസിപ്പൽ ജെയ്സൺ D ജോസഫ് എന്നിവർ സംസാരിച്ചു. താവക്കര യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ PM ഉഷ പദ്ധതി നിർമ്മാണ പ്രവർത്തികൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസിൽ PM ഉഷ പദ്ധതി നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യനീതി സങ്കല്പങ്ങൾ അനുസരിച്ചുള്ള പാഠ്യപദ്ധതിയാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പാക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിലവാരത്തിൽ ഏറെ മുന്നിലാണെന്നും ഗവേഷണ മേഖലയിൽ കേരളത്തെ ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിച്ചു. നാളെ കാണാം. നന്ദി, നമസ്കാരം.